ഈ പാലത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് മുതൽ, കാരണം എന്റെ ഈ പാലം ചെന്നിറങ്ങുന്നതിന്റെ 100 മീറ്റർ അകലെ മാത്രമാണ് എന്റെ വീട്. അപ്പൊ എപ്പോഴും ഈ പാലം പൂർത്തിയാവുന്നതിനെ കുറിച്ച് ഞങ്ങൾ സ്വപ്നം കണ്ട് ഉറങ്ങാതെ ഇരിക്കുന്ന രാത്രികൾ ഉണ്ടായിരുന്നു. കാരണം അത്രയധികം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോരുത്തരും വള്ളം മുങ്ങി പല കാഷ്വാലിറ്റികൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഞങ്ങൾക്കൊരു എന്റെ ഒരു സ്വപ്നത്തിലുണ്ടായിരുന്നില്ല. ഞാൻ വില്ലേജ് ഓഫീസറാണ്, വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോ എന്റെയൊക്കെ ഒരു സ്വപ്നത്തിലുണ്ടായിരുന്നില്ല പാലം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സർക്കാർ, പിണറായി സർക്കാർ ഉജ്ജ്വലമായൊരു തീരുമാനമെടുത്ത കേവലം 10,000 പേർക്ക് വേണ്ടി 110 കോടി മുടക്കി. ഞങ്ങൾക്ക് ഇന്നും അഭിമാനമുണ്ട്. ഞങ്ങൾ ഹൃദയത്തോട് ചേർക്കുകയാണ് ഈ സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാരിനെ ഞങ്ങൾ ഹൃദയത്തോട് ചേർക്കുകയാണ്. കാരണം ഒരിക്കലും ഈ പെരുമ്പളത്തെ 10,000 ജനതയും ഒരിക്കലും മറക്കുകയില്ല. അത്രയും ആവേശമുണ്ട് ഞങ്ങൾക്ക്. ലോകത്തെവിടെയും ചെയ്ത് കാണത്തില്ല, ഒരിക്കലുമില്ല. കാരണം അതുപോലെ തന്നെ ഈ ലോകത്തെവിടെയെങ്കിലും ഇതൊരു പാലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ഇതുപോലൊരു ആഘോഷവും ഉണ്ടായി കാണില്ല. കാരണം ഒരാഴ്ചയായി ഇവിടുത്തെ ആളുകൾ രാഷ്ട്രീയ, പ്രാദേശിക, ജാതി, മത വ്യത്യാസമില്ലാതെ ഒന്നായിക്കൊണ്ട് ഒഴുകുകയാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, ഇന്നലെ നടന്ന ചടങ്ങുകളിലേക്ക്, അലോഷിയുടെ ഗാനത്തിലേക്ക്, അതുപോലെ തന്നെ ബാൻഡ് സോങ്ങിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. നമുക്ക് ഈ ഒരു ജനസമുദ്രം ഇന്ന് പെരുമ്പളം നിവാസികളെന്ന് ഉറ്റ ചേർത്ത് പിടിക്കുന്ന എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഞങ്ങളുടെ മിനിസ്റ്ററായ മുഖ്യമന്ത്രിയെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കും. ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഈ സുദിനം സമ്മാനിച്ച മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ചേട്ടൻ പറയുമ്പോൾ ഒരു കാര്യം, അതായത് ഈ ഇടതുപക്ഷ സർക്കാർ 2 ടേമായല്ലോ, ഓരോ ജനങ്ങളെയും തൊട്ടറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വികസനങ്ങൾ അല്ലെങ്കിൽ ഇച്ഛാശക്തിയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു ജനതയുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് വന്നതോടുകൂടി ഈ കേരളത്തിലാകമാനം അനവധി പാലങ്ങളുണ്ടായി. അതിലേറ്റവും വലിയ കേവലം 10,000 പേർക്ക് 14 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സ്ഥലത്ത് 1157 മീറ്റർ നീളമുള്ള ഒരു പാലം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറയുന്നതിന്റെ അപ്പുറത്താണ്. അത് ഞങ്ങൾക്ക് ആവേശമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആശുപത്രി കെട്ടിടം, ഈ ബഡ്ജറ്റിൽ 1 കോടിയുടെ ഒരു ആശുപത്രി കെട്ടിടം ദലീമയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. ഇനി KSRT ബസ് 2 സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയണം. ഒരെണ്ണം കണ്ണൂർ പറശ്ശിനിക്കടവിലേക്കും ഒരെണ്ണം തിരുവനന്തപുരത്തേക്കും. പിന്നെ തീർച്ചയായും എനിക്ക് നേരിട്ട് ജോലി സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അത് എന്റെ നേരത്തെ നമ്മൾ താമസിച്ചു വന്നു കഴിഞ്ഞാൽ അക്കരെ കിടക്കും. അല്ലെങ്കിൽ രാവിലെ 5:30 വരെയും ഈ ജെട്ടികളിൽ നമ്മൾ കൊതുക് കടിയേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമായി കടന്നിട്ടുണ്ടോ രാത്രി? പിന്നെ തീർച്ചയായും നിരവധി. കാരണം ഈ ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരു അത്യാഹിതം ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബോട്ട് അല്ലെങ്കിൽ വള്ളം വിളിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് രാത്രി 2 മണിക്ക് വന്നവരെ രാവിലെ 5-6 മണി വരെയും ഈ രോഗിയുമായിട്ട് അല്ലെങ്കിൽ ഈ ജെട്ടിയിൽ കിടന്ന് കൊതുക് കടി കൊണ്ട ഒരു ഓർമ്മകളാണ് നമ്മൾ നയിച്ചത്. കുറെ കാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നല്ലേ ഈ പാലം? തീർച്ചയായും കുറെ കാലമല്ല. കാരണം എനിക്ക് എന്റെ ഒരു മനുഷ്യായുസിൽ ഇത്